ബംഗളൂരു KSRTC അപകടത്തെക്കുറിച്ച് ഗതാഗത മന്ത്രി CP ജോൺ മാധ്യമങ്ങളെ കാണുകയാണ്. ഡ്രൈവറാണ്, മിടുക്കനായിട്ടുള്ള ഒരാളാണ്. മറ്റാക്ഷേപങ്ങളൊന്നും ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരാളാണ്. മാത്രമല്ല, അദ്ദേഹം സൈൻ ഓഫ് ചെയ്തതിന് ശേഷം 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും സൈൻ ഓൺ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് വളരെ സൂക്ഷ്മമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിൽ നിന്നും സൈൻ ഓഫ് സൈൻ ഓൺ എന്നുള്ളതിൽ 16 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. 8 മണിക്കൂറാണ് നിയമപ്രകാരം. മിനിമം 8 മണിക്കൂറിന് ശേഷമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ അപാകതയില്ല. പിന്നെ എന്ത് പറയാൻ പറ്റും, ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും പെട്ടെന്ന് ഉറക്ക ക്ഷീണമോ മറ്റോ ഉണ്ടായി കാണും. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം സ്ഥിര ജീവനക്കാരനാണ് കണ്ടക്ടർ അരുൺ. അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടി രൂപയിലധികം നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് അത് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ താൽക്കാലിക ജീവനക്കാരനാണ് മിഥിലേഷിന് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് 10 ലക്ഷം രൂപയാണ്. പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SBIയുമായിട്ട് കണക്റ്റഡാണ് ഈ കോമ്പൻസേഷൻ. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ അത് പറയാൻ കഴിയും, അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അത് പറയാൻ കഴിയും. എന്തായാലും KSRTCയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആ താൽക്കാലിക ജീവനക്കാരനും അർഹമായ ഒരു തുല്യമായ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല, അർഹമായ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് നിയമനം കൊടുക്കുന്ന ഒരു റൂള് നിലവിലുണ്ടെങ്കിലും നിരവധി വർഷങ്ങളായിട്ട് അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അപകടത്തിൽ മരിച്ചവർക്കുമൊക്കെ നഷ്ടപരിഹാരം നൽകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഗതാഗത മന്ത്രി അവിടെ അറിയിക്കുന്നത്.